കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കേട്ടോ. കറണ്ട് പോയി കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടി വരും, നിർത്തേണ്ടി വരും. ഓക്കെ, കറണ്ട് പോകില്ല എന്ന് വിചാരിക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കണ്ടന്റ് ആണ് കേട്ടോ. അതായത് എന്റെ ഫ്രണ്ടിന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവൾ തന്നെയാണ് പറഞ്ഞത് എല്ലാവരോടും പറയണം എന്നുള്ളത്. കാരണം if you are guys using this product currently now, you have to stop this. Okay, നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിർത്തണം. അപ്പോൾ ഞാനത് ഇപ്പൊ തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതിനേക്കാളും നല്ലത് ഒരു ഇൻസിഡന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എനിവേ ഇൻസിഡന്റ് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഇവള് ആക്ച്വലി ഒരു ക്രീം യൂസ് ചെയ്തിട്ട് കിട്ടിയ പണിയാണ് കേട്ടോ. പണി കിട്ടിയതാണ്, യൂസ് ചെയ്തിട്ട് സ്കിന്നിന് നല്ല 8ന്റെ പണി കിട്ടിയതാണ്. അതായത് ഇവളുടെ ടോൺ എന്ന് പറയുമ്പം എൻ്റെ ഒക്കെ ഒരു സ്കിന്ന് പോലെ ഇരുനിറം ഒക്കെ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ആണ്. പക്ഷെ അത്യാഗ്രഹം കാരണം കുറച്ചും കൂടി വെളുക്കണം എന്നുള്ള അത്യാഗ്രഹം കാരണം ഒരു ക്രീം മേടിച്ച് യൂസ് ചെയ്യാണ്. അതായത് ഓൺലൈനായിട്ട് മേടിച്ച് യൂസ് ചെയ്യുന്നതെല്ലാം ഫേക്ക് ആണെന്ന് പുള്ളിക്കാരി കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫാർമസിയിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. അങ്ങനെ അതും അവളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് കേട്ടോ. അവളുടെ വേറെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അപ്പൊ അവർക്ക് ആർക്കും സൈഡ് എഫക്ട്സ് ഇല്ല. ആ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് ഒരു ഓയിൻമെന്റ് ആണ്. അങ്ങനെ അത് മേടിച്ച് യൂസ് ചെയ്ത് ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ തന്നെ പുള്ളിക്കാരിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടി. സ്കിന്ന് നല്ല രീതിക്ക് വൈറ്റ് ആയി. അതായത് ആദ്യത്തെ സ്കിൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഫേസ് ഒക്കെ പോലത്തെ ഒരു ഇരുനിറം ആയിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്തതിന് ശേഷം പക്ക വൈറ്റ് ആയി സ്കിന്ന്. അതായത് നല്ല രീതിക്ക് വെളുത്തുന്ന് വേണമെന്നുണ്ടല്ലേ പറയാം, വെളുത്ത് പാറാന്നൊക്കെ പറയില്ലേ, അങ്ങനെ വൈറ്റായി. അപ്പൊ റിസൾട്ട് ഉണ്ടല്ലോ, തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ പ്രൊഡക്റ്റ് യൂസേജ് നിർത്താൻ പറ്റണില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നിർത്തുമ്പോഴത്തേക്ക് ഫേസ് പഴയതിനേക്കാളും ഡാർക്കൻ ആവുക. അതുപോലെ തന്നെ ഫേസിന് ഇങ്ങനെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഫേസിന്ന് തൊലി അഴിഞ്ഞു പോരാന്നൊക്കെ പറയില്ലേ, തൊലി ഉരിയ, അതുപോലത്തെ ഒരു സ്കിൻ സംഭവങ്ങളൊക്കെ വരിക, സ്കിന്നിൽ വരിക. അതുപോലെ തന്നെ സ്കിൻ ബേണിങ് വരിക, അതായത് വെയിലൊന്നും കൊള്ളാൻ വയ്യാത്ത അവസ്ഥ. അതായത് ഈവൻ ഇൻഡോറിലാണെങ്കിൽ പോലും ഒരു ഷെയ്ഡ് വരുമല്ലോ, അതുപോലും കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥ വരിക. ആക്ച്വലി സ്കിൻ ബേൺ ചെയ്തതാണ്, അവിടെ സ്കിൻ നശിച്ചു പോയതാണ്. അങ്ങനെ പുള്ളിക്കാരിക്ക് ഈ ക്രീം നിർത്താൻ പറ്റാത്ത അവസ്ഥയായി. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഞാൻ ഇങ്ങനെ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്, എന്താ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ക്രീമിന്റെ പേര് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്കിൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു ക്രീമാണ് കേട്ടോ. ഈവൻ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വർഷങ്ങളോളം ആയിട്ട് എനിക്കറിയാം. കാരണം ഇവരിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ വേറെയും കുറെ ഫ്രണ്ട്സ് ഇത് യൂസ് ചെയ്തതായിട്ട് എനിക്കറിയാം. അപ്പൊ ഇവരിത് യൂസ് ചെയ്തതിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാമായിരുന്നു ഈ ഒരു ക്രീം യൂസ് ചെയ്യണ്ട, വേറെ ആൾക്കാർക്ക് ഞാൻ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയായിരുന്നു. പക്ഷെ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വാൺ ചെയ്യാനും പറ്റിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ക്രീം യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് സ്കിന്നിൽ നിന്ന് തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോരാ. അതായത് ഈ പ്രൊഡക്റ്റ് യൂസേജ് നിർത്തിയാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിൽ നിന്ന് ഒരു തൊലി ഇങ്ങനെ അഴിഞ്ഞു പോരുന്ന ഒരു സംഭവമില്ലേ. അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇവൾക്ക്. അപ്പൊ അവള് വിചാരിച്ചു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഓക്കെ ആവും എന്ന് വിചാരിച്ചു. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ഒരു സ്കിൻ കണ്ടീഷൻ കൂടി വരികയാണ് കേട്ടോ. അപ്പൊ മനസ്സിലായി പണി കിട്ടിയതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഷി ഡിസൈഡഡ് ടു സ്റ്റോപ്പ് ദിസ്. അങ്ങനെ ക്രീം യൂസേജ് നിർത്തിയതിന് ശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത്രയെങ്കിലും ഒരു നിറം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ക്രീം യൂസ് ചെയ്ത് നിർത്തിയതിന് ശേഷം നല്ല രീതിക്ക് സ്കിന്ന് ഡാർക്കനായി, ആകെ കറുത്ത, മീൻസ് എന്താ പറയാ ഒരു ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് കണ്ടീഷനിലേക്ക് പോയി. അതായത് ഫേസ് ആകെ ഡാർക്കനായി. പിന്നെ അത് മാത്രമല്ല അവളുടെ ഫേസ് ഭയങ്കര ക്ലിയർ സ്കിൻ ആയിരുന്നു, ഒട്ടും തന്നെ പിമ്പിൾസ്. നമുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും, അയ്യോ ഇത്രയും ക്ലിയർ സ്കിന്നൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ കൊതിച്ചു പോലെ, അങ്ങനത്തെ ഒരു സ്കിന്നായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവളുടെ ഫേസിൽ. ആകെ ഉണ്ടായിരുന്നത് ഒരു സൺടാൻ ആയിരുന്നു, അത് വല്ല പാക്കൊക്കെ തേച്ച് കഴിഞ്ഞാൽ തീരുമായിരുന്നു. പക്ഷെ ഇവളുടെ അത്യാർത്ഥിക്കാരണം പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഉണ്ടാവില്ല വെളുക്കണമെന്ന് ആഗ്രഹം, അതുകൊണ്ടായിരിക്കും. അങ്ങനെ യൂസ് ചെയ്തിട്ട് ഫേസിൽ നിറയെ പണികൾ മേടിച്ചു കൂട്ടി. അതായത് ഫേസിൽ പിമ്പിൾസ്, കുരുക്കള്, ഡാർക്ക് സ്പോട്ട്, അത്രയും കാലം അവളുടെ ഫേസിൽ ഇല്ലാതിരുന്ന ഇഷ്യൂസും കൂടി ഫേസിൽ വരാൻ തുടങ്ങി. അതായത് പിമ്പിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒരു പിമ്പിൾസ് വരുമല്ലോ, അങ്ങനത്തെ പിമ്പിൾസ് അല്ല, ഇത് വലിയ പിമ്പിൾസ് ഗൈസ്. ഈ ചോരക്കുരു എന്നൊക്കെ പറയില്ല, നല്ല തടിച്ച്, മീൻസ് ലൈക്ക് ഒരു
നല്ല ഹെവി ആയിട്ടുള്ള പിമ്പിൾസ് അറിയില്ലേ, അങ്ങനത്തെ പിമ്പിൾസ് ഫേസിൽ നിറയെ. അപ്പോഴാണ് മനസ്സിലായത് നല്ല രീതിയിൽ പണി കിട്ടിയെന്നുള്ളത്. അങ്ങനെ അവൾ ഈ ഒരു സംഭവം അവളുടെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവരും പറഞ്ഞു അവർക്കും ഇതേ സ്കിൻ കണ്ടീഷൻസ് ഉണ്ട്, ഈ ക്രീം യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്ട്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവരാരും അപമാന ഭീതി കാരണം പുറത്ത് പറയുന്നില്ല. അതാണ് ശരിക്കും ഉണ്ടായത്. അല്ലാണ്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് അവരുടെ ഫ്രണ്ട്സിന് സൈഡ് എഫക്ട്സ് ഇല്ലാണ്ടിരിക്കുക അങ്ങനെ ഒന്നും എല്ലാവരും പുറത്ത് പറയാത്തതാണ്. അതായത് അങ്ങനെ പറ്റിയത് വേറെ ആരും അറിയണ്ടെന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു അത്. അങ്ങനെ ഷീ ഡിസൈഡഡ് ടു ഫൈനലി മീറ്റ് എ ഡോക്ടർ. അങ്ങനെ ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴും കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള കുറച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഫേസ് നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആയിട്ടുണ്ട് കേട്ടോ. വെയിൽ തീരെ കൊള്ളാൻ വയ്യ. വെയിൽ ഇച്ചിരി കൊള്ളുമ്പോഴത്തേക്ക് സ്കിന്ന് ആ ഒരു ഭാഗം മാത്രമായിട്ട് ഒരു റെഡിഷ്നെസ് വരും. അതായത് നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു റെഡിഷ്നെസ് വരും. ആ റെഡിഷ്നെസ് അല്ലെങ്കിൽ ഒരു ബ്ലഷ്നെസ് അല്ല, ഇത് സ്കിൻ ബേൺ ചെയ്തതാണ്. അതായത് ഈ ക്രീം കാരണം നമ്മുടെ സ്കിൻ അറിയാലോ ഭയങ്കര തിൻ ലെയർ ആണ്. അതിന്റെ പുറമെ ഈ മെർക്കുറി ലെഡൊക്കെ അടങ്ങിയിട്ടുള്ള ഇതുപോലെയുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും, അതായത് നമുക്കത് ഒരു തെറ്റായ ധാരണയുണ്ട് ഫാർമസിയിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് എല്ലാം പക്ക ഒറിജിനൽ ആയിരിക്കും, സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിരിക്കും എന്നല്ല. അല്ല ഗൈസ്, ഫാർമസിയിലായാലും ഓൺലൈനിലായാലും രണ്ടും കണക്കാണ്. രണ്ടിടത്തും 50-50 ആണ്. നല്ല പ്രൊഡക്ട്സും ഉണ്ട്, ചീത്ത പ്രൊഡക്ട്സും ഉണ്ട്. ഓക്കെ, അപ്പം ഇത് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു തിൻ ലെയർ ആണ്, കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ട് ആയിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ സ്കിൻ നശിച്ചിട്ടുണ്ട്, ആ ഏരിയ സ്കിൻ ബേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റിക്കവർ ചെയ്യാന്ന് പറയുന്നത് വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതിന്റെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ എന്താ പറയാ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫേസിൽ വരുന്ന പിമ്പിൾസ്, അതുപോലെ തന്നെ ഒരു പാട് പോലത്തെ ഒരു കറുത്ത മീൻസ് ഈ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാലൊക്കെ ഫേസിൽ വരില്ലേ ഒരു പാട്, കറുപ്പ് കളറിൽ ഒരു പാട് കുത്തു ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇപ്പൊ കറന്റ്ലി ഡ്യൂ ടു പ്രൈവസി ഇഷ്യൂസ് നമുക്ക് എന്താ പറയാ ഫോട്ടോ എന്താ പറയാ മീൻസ് ആ സ്കിൻ കണ്ടീഷൻസ് കാണിച്ചുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒരു കവറിന്റെ സൈഡിൽ ഇടണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തീരെ താല്പര്യമില്ല അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഏത് കണ്ടീഷൻ എന്നുള്ളത് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. അതായത് സ്കിൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ട് ആയിട്ടുണ്ട്. ആ ഒരു ഏരിയയിലെ സ്കിന്ന് എന്താ പറയാ നശിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, സ്കിൻ ബേണിംഗ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിന്റെ കൂടെ തന്നെ സ്കിന്നിൽ നല്ല രീതിക്ക് ഓപ്പൺ പോർസ്, അതുപോലെ തന്നെ വലിയ 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 പിമ്പിൾസ് ഒക്കെ വന്നിട്ട് സ്കിന്ന് മൊത്തത്തിൽ എന്താ പറയാ പണി കിട്ടി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സ്കിൻ കണ്ടീഷനാണ് ഷീസ് ഫേസിങ് നൗ. അതൊക്കെ പതുക്കെ റിക്കവർ ആവുന്നുള്ളൂ. കാരണം നമ്മളുടെ ഹോം റെമഡീസ് കൊണ്ടൊന്നും അത് പെട്ടെന്നൊരു റിക്കവർനെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് റിക്കവർ ചെയ്യാൻ പറ്റുക. അപ്പൊ അവൾ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കാർക്കും ഇങ്ങനെ ഒരു പണി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഷീ ടോൾഡ് മീ ടു അപ്ലോഡ് ദിസ് കണ്ടന്റ് ഓൺ യൂട്യൂബ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഇനിയിപ്പം എന്താ പറയാ അവളുടെ ഇഷ്യൂ പറഞ്ഞിട്ടല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിന്റെ നെഗറ്റീവ് റിവ്യൂ പോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പൊ പ്രൊഡക്റ്റ് കാണേണ്ട ഇതാണ് കേട്ടോ, സ്കിൻ ലൈറ്റിന്റെ ഈ ഒരു ക്രീം. സ്കിൻ ലൈറ്റ് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ആവണമെന്നില്ല. കാരണം എനിക്കറിയാവുന്ന വേറെ 2 പ്രൊഡക്റ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. കോസി കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓയിൻമെന്റ് ഉണ്ട്. ഇതുപോലെ തന്നെയുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഈ അടുത്തായിട്ട് റീസെന്റ് ആയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പോലെ കണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും സ്കിന്നിൽ വരുന്ന പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കോസി കെയറിന്റെ ഓയിൻമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്ത്. അതും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഈ കാറ്റഗറിയിലാണ്. യൂസേജ് നിർത്താൻ പറ്റില്ല കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെയുള്ള വേറൊരു ഓയിൻമെന്റ് ആണ് മെലാലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓയിൻമെന്റ് ഉണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. അത് പറയുന്നത് മെലാസ് എന്ന് പറയുന്ന ഒരു സ്കിൻ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആക്ച്വലി ഈ ഓയിൻമെന്റ്സ് എല്ലാം അങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് റെറ്റിനോൾ, ട്രെറ്റിനോയിൻ, അങ്ങനത്തെ ഹൈഡ്രോക്കിനോൺ ഒക്കെ ഈ ഒരു ട്രയാങ്കിൾ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്ന ഓയിൻമെന്റ്സ് ആണ്. ഇതൊരു ലിമിറ്റഡ് പീരീഡ് കഴിഞ്ഞിട്ടും ഫേസിൽ യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ സ്കിൻ നല്ല രീതിക്ക് ഡിസ്ട്രാക്ട് ആവും. അതുപോലെ തന്നെ സ്കിൻ ബേണിങ്, സ്കിൻ ക്യാൻസർ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൻമെന്റിലൊക്കെ വരുന്ന ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്ന ഹോം റെമഡീസ് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ റെറ്റിനോൾ വരുന്ന ഒരു ഹോം റെമഡി അല്ലെങ്കിൽ ഹോം ഫേസ് പാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാക്സ് സീഡ് കണ്ടിന്യൂസ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അലോവേര ജെല്ല് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലൊക്കെ റെറ്റിനോൾ കണ്ടന്റ് നല്ല രീതിയിലുണ്ട്. ക്യാരറ്റിലുണ്ട്. ഇതെല്ലാം നമുക്ക് ഫേസിൽ റെറ്റിനോൾ ആ ഒരു ഇഷ്യൂ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതുപോലത്തെ സൈഡ് എഫക്ട്സ് ഉള്ള ഓയിൻമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇഷ്യൂസ് വരും.
ഓക്കെ ഗൈസ്, അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഷെയർ ചെയ്ത് തരാം, ഒരു നെഗറ്റീവ് റിവ്യൂ പോലെ. ആക്ച്വലി ഐ ആം മേക്കിംഗ് ദിസ് വീഡിയോ ടു ടോൾ യു ദിസ് ഇൻസിഡന്റ്, അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ആ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ട് എടുക്കണ്ട. ഈ പ്രൊഡക്റ്റ് കറന്റ് ഇപ്പൊ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി സ്റ്റോപ്പ് ദിസ്, ബിക്കോസ് നിങ്ങൾ ഇത് അധിക കാലം യൂസ് ചെയ്ത് കൊണ്ടുപോകരുത്. ഇപ്പൊ നിർത്തി കഴിഞ്ഞാൽ സ്കിന്ന് കറുത്തോട്ടെ, എന്തെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് DM മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇപ്പൊ തന്നെ നിർത്തിക്കോളാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അധിക കാലം ലാഗ് യൂസ് ചെയ്ത് കൊണ്ടുപോകണ്ട, കാരണം അതിനനുസരിച്ചിട്ട് സ്കിന്നിൽ വരുന്ന ഇഷ്യൂസ് കൂടത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആരെങ്കിലും ഈ ഒരു ക്രീം നിങ്ങളുടെ അടുത്ത് സജഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യരുതെന്നും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ആക്ച്വലി എനിക്ക് അറിയാവുന്ന 3 ക്രീംസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, കോസി കെയർ, മെലാലൈറ്റ് ആൻഡ് ദി സ്കിൻ ലൈറ്റ്. ഓക്കെ, ഇത് കൂടാണ്ട് വേറെ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് അതിന്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, ഈ ക്രീംസിനൊക്കെ എനിക്ക് ആക്ച്വലി പേര് കിട്ടിയത് എൻ്റെ ഫ്രണ്ട് സർക്കിൾസിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ കുറെ ആൾക്കാരൊക്കെ എനിക്ക് ഇതിങ്ങനെ യൂസ് ചെയ്ത് പണി കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അറിയാവുന്ന ക്രീംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് യു ആർ യൂസിങ് ദിസ് പ്രോഡക്റ്റ് കറന്റ്ലി പ്ലീസ് കൈൻഡ്ലി സ്റ്റോപ്പ് ദിസ്. ഓക്കെ, അത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പൊ തന്നെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡാർക്കൻ ആകുമായിരിക്കും, പക്ഷേ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്കിന്നിൽ നിന്ന് കഷ്ണം പോവാന്നൊക്കെ കണ്ടിട്ടുണ്ടോ? അതായത് ഓപ്പൺ പോർസ് ഇല്ലേ നമ്മുടെ ഫേസിൽ വരുന്ന, ആ ഓപ്പൺ പോർസ്, നല്ല വലിയ ഓപ്പൺ പോർസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചില ആൾക്കാരുടെ ഫേസിൽ? അതേപോലെ തന്നെയുള്ള ഒരു കണ്ടീഷൻസ് ആണ്, സ്കിന്ന് കഷ്ണം പോകും, പീസായിട്ട്. അതായത് ഓപ്പൺ പോർസ് പോലെ നമുക്ക് തോന്നുമെങ്കിലും അത് അവിടുന്ന് കട്ടായിട്ട് പോയതായിരിക്കും സ്കിന്നിൽ നിന്ന്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി വരാനുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു മെലാലൈറ്റ് ഓയിൻമെന്റ് പറയുന്നത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഓയിൻമെന്റ് ആണ്, പക്ഷെ അവരൊരു ലിമിറ്റഡ് പീരിയഡിന്റെ ഉള്ളിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പേഷ്യന്റിന്റെ അടുത്ത് ഇവരത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. കാരണം ഒരു ലിമിറ്റഡ് ടൈം പീരീഡ് ഉണ്ട്, അതിന്റെ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെലാസ്മ എന്ന കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൻമെന്റ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലാഗ് കൂടുന്നതിനനുസരിച്ചിട്ട് ഫേസിൽ ഒരുപാട് സ്കിൻ കണ്ടീഷൻസ് വരാനും ചാൻസ് ഉണ്ട്, സ്കിൻ ബാരിയർ ഡിസ്ട്രാക്ട് ആവാനും ചാൻസ് ഉണ്ട്. സോ ഹോപ്പ് യു ആർ ഡൂയിങ് സ്റ്റോപ്പ് ദിസ് പ്രോഡക്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ പറയാ, ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, പ്രൊഡക്റ്റ് വാങ്ങി കൊടുക്കുക, അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അവളിപ്പോ റിക്കവർ ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിക്കവർ ആയിട്ട് വരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കംപ്ലീറ്റ്ലി സ്കിൻ പഴയ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, കാരണം സ്കിന്നിൽ ജസ്റ്റ് ഒരു സൺ ടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെയിലടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കരിവാളിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് സ്കിന്ന് മൊത്തത്തിൽ ഇഷ്യൂ ആക്കി വെച്ചു. ഓക്കെ, അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, ഒരു നെഗറ്റീവ് റിവ്യൂ പോലെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊഡക്റ്റ് തമ്പിലൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാണ്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ അവർക്ക് ഇതൊരു ഹെൽപ്പ് ആയിക്കോട്ടെ. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പണിയിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, ടാറ്റാ, ബൈ.